ഈ ഫാൻ ബേസ് കൂടുന്നതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുന്നുണ്ടോ അതോ പേടി തോന്നുന്നുണ്ടോ? കാരണം മമ്മീദിന്റെ ഇപ്പൊ ട്രെയിലർ ആൻഡ് റീസ്റ്റൈൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ മമ്മീദിന്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ആൾക്കാർ ഉറക്കൊഴിഞ്ഞൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുകയാണോ അതോ പേടി തോന്നുന്നുണ്ടോ ഫാൻ ബേസ് കൂടുന്നതുകൊണ്ട്? പേടി തോന്നുന്നില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവർ എക്സാമിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ്. അവർ അത്രയും സപ്പോർട്ടീവ് ആണ് എന്നെ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും. കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ, നമ്മളുടെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം, അവരെ കുറച്ചുകൂടെയും എന്താ പറയുക, അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട്. ആദ്യം ഹൈദരാബാദ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു വന്നായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ സെവനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. ഇതിൻ്റെ ഒരു തെലുഗു വെർഷൻ ഞങ്ങൾ ആലോചിച്ചായിരുന്നു, തെലുഗു റീമേക്ക്. അത് കുറച്ചും കൂടി മലയാളത്തിനേക്കാളും കൂടുതൽ തെലുങ്കിൽ എനിക്ക് കുറച്ചും കൂടി വേറെ മാറ്റി ചെയ്തിരുന്നെങ്കിൽ തെലുങ്കിൽ നന്നാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പം അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഉള്ളൊരു ഓപ്ഷനിൽ ഞങ്ങൾ ചുമ്മാ ചിന്തിച്ചതാണ്. അതൊരു ഭയങ്കര പ്രോജക്റ്റായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിച്ചതല്ല. അങ്ങനെ ചിന്തിച്ച് പിന്നെ അത് വിട്ടു. അപ്പോഴും ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം അവിടെ കിടന്നിരുന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര, ഞാൻ അതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ തെലുങ്ക് പടങ്ങൾ പണ്ട് തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ളൊരു സംഭവം, അത് ഈ സൂപ്പർ സെവൻ വഴിയാണ് അതിലോട്ട് എത്തിയത്. ഹൈദരാബാദിൽ ഹുക്കായത്. പിന്നെ ആ പടം ഒരു ഹൈദരാബാദിൻ്റെ പശ്ചാത്തലം